നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും EVM-നെയും ഒക്കെ കൃത്യമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ BJP എങ്ങനെയാണ് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് എന്നത് സ്മൃതി ഇറാനിയെ പോലുള്ളവർ സൂചന കൃത്യമായി കൊടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്മൃതി ഇറാനി വീരവാദം മുഴക്കിയപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം തിരിച്ചറിഞ്ഞ കാര്യമാണ് എങ്ങനെയാണ് ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ വിദേശത്ത് നിന്നും വലിയ തോതിൽ പണം ഇറക്കുന്നത്. അത് കണ്ടെയ്നർ വഴി ഇറക്കുന്ന രീതിയിലോ കുഴൽപ്പണ രീതിയിലോ ഒന്നുമല്ല, മറിച്ച് പല ആധുനിക ടെക്നോളജി സാങ്കേതിക വിദ്യകളുടെ ഉപയോഗമാണ് അതിലൂടെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായി വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നതാണ്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യാപകമായി പലയിടത്തും ആ സംവിധാനം ഉപയോഗിച്ചു. BJPയുടെ MP-മാർ, അതായത് നേരായ രീതിയിൽ ജയിച്ചു വന്ന MP-മാർക്ക് അതുകൊണ്ട് തന്നെ അസ്വസ്ഥതയുണ്ട്. പലരും ജയിക്കാൻ സാധ്യതയില്ലാത്തവർ എങ്ങനെ ശക്തമായി വിദഗ്ധമായി അവർ ജയിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നത് പലരെയും അന്താളിപ്പിക്കുന്ന ചോദ്യമാണ്. അതിനകത്ത് എടുത്തു പറയേണ്ടത്, ലോക്സഭയ്ക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലുമൊക്കെ നടന്ന വൻ അട്ടിമറിയുടെ കഥകൾ തന്നെയാണ്. ജ്ഞാനേഷ് കുമാറിന് ഇളവുകൾ അനുവദിക്കുന്ന രീതിയിൽ ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവരാൻ പാർലമെന്റിൽ നീക്കങ്ങൾ നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BJPയുടെ അജണ്ട, അതിൽ കൃത്യമായി ഉണ്ടായിരിക്കുന്ന പണം ഒഴുക്ക്, മണി മാനിപ്പുലേഷൻ, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. എന്തുകൊണ്ടാണ് ഗോദി മീഡിയയുടെ തലവൻ എന്ന് തന്നെ പണ്ട് ആളുകൾ വിശേഷിപ്പിച്ചിരുന്ന അർണബ് ഗോസ്വാമി ഇന്ന് പ്രൊപ്പഗാൻഡകളെ കുറിച്ചും പ്രൊപ്പഗാൻഡ എങ്ങനെയാണ് BJP സെറ്റ് ചെയ്യുന്നത് ഈ രാജ്യത്ത് എന്നതിനെക്കുറിച്ചും കൃത്യമായി ഉദാഹരണ സഹിതം പറയുന്നത്? അർണബ് ഗോസ്വാമി എന്തുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിഷയവും വലിയ തോതിൽ ചർച്ചയാക്കുന്നു? ഒരു കാലത്ത് BJP നേതാക്കൾക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട് സ്വന്തം സ്ഥാനത്തിന് കളങ്കം വരുത്തിയ മുൻ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ പ്രാണഭയം മൂലം അദ്ദേഹം വലിച്ചെറിഞ്ഞിട്ട് എവിടെയോ ചെന്ന് ഒളിച്ചിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. അത് ചോദിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ സുബ്രഹ്മണ്യൻ സ്വാമിയും ഇതേ രീതിയിൽ തന്നെയാണ് BJPയെ കടന്നാക്രമിച്ചത്. അതായത് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു, ഈ രാജ്യത്ത് വലിയ തോതിലുള്ള ധനക്കൊള്ള നടക്കുകയാണ്, നിർമ്മല സീതാരാമൻ രാജിവെക്കേണ്ടതിൻ്റെ അനിവാര്യത കൂടി സുബ്രഹ്മണ്യൻ സ്വാമി വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. ഒന്നാലോചിക്കണം, തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം അന്നും ഇന്നും റൈറ്റ് വിങ് പൊളിറ്റിക്സ്, എക്സ്ട്രീം റൈറ്റ് വിങ് പൊളിറ്റിക്സ് മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് സുബ്രഹ്മണ്യൻ സ്വാമി. അവരുൾപ്പെടെയുള്ളവർ ഈ രാജ്യത്തിൻ്റെ പോക്ക് ശരിയല്ല എന്ന് വീണ്ടും വീണ്ടും വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് എത്രയോ ഭേദമായിരുന്നു എന്ന് BJPയുടെ MP-മാർ തുറന്നടിക്കുന്നു.